യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ്: ഇഫ് ദിസ് ഈസ് യുവർ ലാസ്റ്റ് ഡേ, ഇത് നിങ്ങളുടെ അവസാന ദിവസമാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം കേൾക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ ഭയമുണ്ടാകും, എന്നാൽ ചിലരുടെ ജീവിതത്തിൽ അത് സന്തോഷമാണ്. ചിലർക്ക് മരിക്കുക എന്ന് പറയുന്നത് വലിയ ഭയപ്പാടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. സ്വർഗ്ഗം ലഭിക്കുമല്ലോ, കർത്താവിൻ്റെ കൂടെ ഇനി ജീവിക്കാമല്ലോ എന്ന വലിയ സന്തോഷം ചിലരുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് നിൻ്റെ ജീവിതത്തിലെ അവസാന ദിവസമാണെങ്കിൽ നിൻ്റെ മനസ്സിൻ്റെ ഭാവം എപ്രകാരമായിരിക്കും? ആത്മപരിശോധന ചെയ്യുക. ഇത് നമ്മുടെ അവസാന ദിവസമാണെങ്കിൽ കുറേ കൂടി വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കും, കുറച്ചുകൂടി പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കും, എളിമപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കും. അതുപോലെ തന്നെ ആരെങ്കിലോടും അനുരഞ്ജനപ്പെടാനുണ്ടെങ്കിൽ നമ്മൾ അനുരഞ്ജനപ്പെടും, രമ്യതപ്പെടും. കാരണം എന്താ? നമ്മുടെ ജീവിതത്തിലെ അവസാന ദിവസമാണ്. ആത്മീയ പിതാക്കന്മാർ പറയും, മാരകഭാവത്തിലൊക്കെ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ നരകം കണ്ടിട്ടാണ് അവർ മരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് വിശുദ്ധിയോടെ ജീവിക്കുന്നവർ സ്വർഗീയമായ ദർശനങ്ങൾ കണ്ടുകൊണ്ടും ഈശോയുടെ മുഖം കണ്ടുകൊണ്ടുമാണ് മരിക്കുന്നതെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ്: സ്തേഫാനോസ് മരിക്കുന്ന സമയത്ത് അവൻ സ്വർഗീയമായ ദർശനങ്ങൾ കാണുകയാണ്, സ്വർഗം തുറക്കപ്പെടുന്നത് കാണുകയാണ്. സന്തോഷത്തോടെയാണ് സ്തേഫാനോസ് മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ മരിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് മരിച്ച് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന്. ഓരോ പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ സമാപനത്തിൽ വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്: ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ പങ്കെടുത്ത ബലി പോലും അവസാനത്തെ ബലിയർപ്പണമായിരിക്കാം. നമുക്കറിയില്ല, നാം പങ്കെടുത്ത ബലി അവസാനത്തെ ആയിരിക്കാം. എങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവർ ഓരോ ദിവസം എത്രയോ തീക്ഷ്ണതയോടെ നമ്മൾ ബലിയിൽ പങ്കെടുക്കും. എങ്കിൽ എത്രയോ തീക്ഷ്ണതയോടുകൂടെ ഓരോ ദിവസവും നമ്മൾ ജീവിക്കും, എത്രയോ വിശുദ്ധിയോടെ ജീവിക്കും, വിശ്വസ്തയോടെ ജീവിക്കും. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഇന്നല്ല നാളെ ഞാനും നിങ്ങളും ഒക്കെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകേണ്ടവരാണ്. ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക്, സ്വർഗരാജ്യത്തേക്ക് പോകേണ്ടവരാണ്. അതിനനുസരിച്ച് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശു നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.